ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന കപ്പയും ബീഫും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇവിടെ സ്പെഷ്യൽ കപ്പ ഉപ്പുമാവും ബീഫും അതോടൊപ്പം ബീഫ് കപ്പ പുട്ടുമാണ് തയ്യാറാക്കുന്നത്. കപ്പയും ബീഫും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അല്പം ഉപ്പ് കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ മൂടി വയ്ക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബാക്കി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇങ്ങനെ ഗ്ലാസ്സോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഉടച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ കിട്ടണം. ഇനി കപ്പ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കേണ്ടതാണ്, ചെറിയ 2 കഷ്ണം പട്ട, ചെറിയ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത്, ആവശ്യത്തിന് വേപ്പില. ഉപ്പുമാവ് തയ്യാറാക്കാനായി ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വേപ്പിലയും അത് കഴിഞ്ഞ് 2 കൊല്ലമുളക് മുറിച്ചതും കറുകപ്പട്ടയും ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് തേങ്ങാപ്പീര ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കപ്പ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം ചതച്ച് വെച്ച കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കപ്പ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇവിടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ബീഫ് വേവാൻ കുറച്ചധികം നേരം വേണം. ഇത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ആദ്യം നോക്കാം. 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 വലിയ പച്ചമുളക് അരിഞ്ഞത്, 8-10 വെളുത്തുള്ളി അരിഞ്ഞത്, 10 ചെറിയുള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് വേപ്പില, 2 കഷ്ണം കറുകപ്പട്ട ചതച്ചത്, 3-4 ഗ്രാമ്പു ചതച്ചത്, 5 ഏലക്ക ചതച്ചത്, ഇത് കുറച്ച് ജീരകവും പെരിഞ്ജീരകവും കൂടി ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും. ഇത്രയുമാണ് ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. റോസ്റ്റ് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആദ്യം ചേർത്ത് കൊടുത്ത ഇഞ്ചി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള വഴണ്ട് വരാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. സവോള കുറച്ച് വഴണ്ട് വരുമ്പോഴേക്കും ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇത് കഴിഞ്ഞ് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികൾ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം. നന്നായിട്ട് തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. അപ്പോൾ നമുക്കിനി ഇത് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ചതച്ച് വെച്ചത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ബീഫിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരണം. എന്നാലേ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടൂ. ഇതിലേക്ക് കുറച്ചുകൂടെ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ ഗ്രേവിയിൽ കിടന്ന് ബീഫ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നീളത്തിൽ അരിഞ്ഞ സവോള ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ സവോള ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ബീഫും കപ്പ ഉപ്പുമാവും വെച്ച് ചിരട്ടപ്പുട്ട് കൂടെ തയ്യാറാക്കാം. അതിനായി ഇവിടെ ഒരു ചിരട്ടപ്പുട്ട് മേക്കർ എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടപ്പുട്ട് മേക്കർ അച്ഛൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. നല്ല 3 ചിരട്ട കിട്ടിയാൽ ഈസിയായി തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കപ്പ ഉപ്പുമാവ് തയ്യാറാക്കിയത് മുകളിൽ വെച്ച് പകുതി ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ബീഫ് വെച്ച് കൊടുത്ത് ആ ലെയർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം അല്പം തേങ്ങാപ്പീര കൂടെ സൈഡിൽ തൂക്കി കൊടുക്കാം. ഇതിന് മുകളിലേക്കും കപ്പ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൂടി വയ്ക്കാം. കുറച്ച് മുമ്പ് കുക്കറിൽ അല്പം വെള്ളം വെച്ച് ആവി വരാനായി അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ ആവി വരുന്നുണ്ട്. ഇനി ചിരട്ടപ്പുട്ട് മേക്കർ കുക്കറിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത് കുക്കറിൽ ഇതേപോലെ ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. കപ്പയൊക്കെ വെന്തതുകൊണ്ട് തന്നെ 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. കപ്പയും ബീഫും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ബീഫ് കപ്പപ്പുട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കപ്പ ഉപ്പുമാവും ബീഫ് കപ്പപ്പുട്ടും ബീഫ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും, അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.